Hi friends, assalamu alaikum. Welcome to my channel. ഇന്ന് ഞാനൊരു റൗണ്ട് സമൂസയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് അതിനു വേണ്ടിയുള്ള മാവ് കുഴക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. മാവ് കുഴക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് വെക്കാം. ഇനി പാൻ വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കും ചെറുതായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാവെല്ലാം ഇതുപോലെ ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു ഷീറ്റ് എടുത്ത് അതിൻ്റെ സെൻറ്ററിലായി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ഷീറ്റ് കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ഡപ്പയോ ലിഡോ വെച്ച് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിന് ചുറ്റും ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ബാക്കിയുള്ള സമൂസയോടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയും കുറച്ച് പാലും കൂടെ കലക്കി വെച്ചിട്ടുണ്ട്.
നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സമോസ ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് എല്ലാം ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലോണം പൊങ്ങി നല്ല ഭംഗിയിൽ കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതെല്ലാം പ്ലേറ്റിലോട്ട് മാറ്റാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.